إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൻ-നംൽ 67-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആ മക്കത്തെ വിശ്വാസികളായ മുശ്രിക്കുകൾ അവർ പറയുകയാണ്, ഖാലല്ലദീന കഫറു, ആ അവിശ്വാസികളായ സത്യനിഷേധികൾ പറഞ്ഞു, ഇദാ കുന്നാ, ഞങ്ങളായിട്ടുമോ, തുറാബൻ, മണ്ണായിട്ടുമോ, ഞങ്ങൾ മണ്ണായിട്ടുമോ, മരിച്ച് മണ്ണായിട്ടുമോ എന്നാണ് ആ ചോദ്യം. നോക്കൂ നിങ്ങൾ. ആബാവുന, ഞങ്ങളുടെ പിതാക്കളും, ഞങ്ങളുടെ പിതാക്കളും മരണശേഷം മരിച്ച് ആ മറമാടപ്പെട്ട് മണ്ണായി തീർന്നതിനു ശേഷവുമോ, ഇന്നാല മുഖ്റജൂൻ, ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ, അതായത് പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ പറയുന്നത്? എന്താണ് ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പരലോകമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. പരലോകത്തിന് അതികഠിനമായി സത്യനിഷേധികൾ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് സത്യനിഷേധികൾ എന്നുള്ള പേര് വരാനുള്ള കാരണം. അവർ സത്യത്തെ നിഷേധിക്കുകയാണ്, യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയാണ്, കണ്ണുകൊണ്ടവർക്ക് കാണാൻ പറ്റാത്തതിനൊക്കെയും നിഷേധിക്കുകയാണ്. അതേസമയം വിശുദ്ധ ഖുർആനിൽ കൃത്യമായ തെളിവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിന് കൃത്യമായ ഉദാഹരണ സഹിതം. അത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാക്ഷ്യമാണ്. നിങ്ങൾ ഈ രൂപത്തിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടും അതിനെ നിഷേധിക്കുന്നവർ അവരുടെ വർത്തമാനം നോക്കൂ നിങ്ങൾ. ഇദാ കുന്നാ തുറാബൻ വആബാഉന, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും അതൊക്കെയും മണ്ണായി മരിച്ചു മണ്ണായി തീർന്നതിനു ശേഷം ഇന്നാല മുഖ്റജൂൻ, ഞങ്ങൾ വീണ്ടും പുറപ്പെടുവിക്കപ്പെടുമെന്നാണോ പറയുന്നത്? ഞങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ പറയുന്നത്? ഇത് വലിയൊരു അത്ഭുതമാണല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ